സോ യാ, ലൈറ്റ് കുറവാണോ? സോ റീസെൻ്റ്ലി ഞാനിങ്ങനെ ചുമ്മാ ആലോചിക്കുമായിരുന്നു, നമ്മുടെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ നമുക്ക് നമ്മളെല്ലാ ദിവസത്തെ ഹോംവർക്ക്സും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഓൾ ഓഫ് എ സഡൻ ഒരു വ്യത്യാസം ഇപ്പോൾ വന്നേക്കുവാണ്. ആസ് വി ഓൾ നോ, ചേഞ്ച് ഇസ് കോൺസ്റ്റൻറ്റ് ആൻഡ് വി കാൺ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. റാദർ ദാൻ നമ്മൾ അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്യുന്നതിനേക്കാളും ഇറ്റ്സ് ഓൾവേസ് ഗുഡ് to appreciate it, to embrace the changes in our life. അപ്പോൾ പക്ഷെ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ കൂടെയുള്ള 10 പേരിൽ ഒരു 6 പേരുടെ ലൈഫും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ലൈക്ക് ദേ ആർ ഗെറ്റിംഗ് എൻഗേജ്ഡ് ഓർ മാരിഡ് ഓർ പ്രഗ്നൻറ്റ്. നമുക്കത് ഭയങ്കര ലൈക്ക്, ഞാൻ ചിന്തിക്കുമ്പോൾ നമുക്കത് ഭയങ്കര പ്രഷർ നൽകുന്നൊരു കാര്യം. സി, അപ്പാർട്ട് ഫ്രം ദ ഓൾ ഹാപ്പി സൈഡ്, അതിനിങ്ങനെ ഒരു വശം കൂടി ഉണ്ട്. നമ്മളൊരു പോയിന്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ, അതല്ലെങ്കിൽ എല്ലാവരുടെ ലൈഫിലും ബൈ ഒരു 25-26 ഇയേഴ്സ് ഓൾഡൊക്കെ ആകുമ്പോഴത്തേനും ദേ ആർ ഹാവിങ് ദിസ് ഹ്യൂജ് വി ക്യാൻ സേ ദിസ് ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ ലൈഫ്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഒരു 2x സ്പീഡിൽ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളായിരിക്കുന്ന ഒരു പൊസിഷനിൽ തന്നെയാണ്, നമ്മളായിരിക്കുന്ന ആ ഒരു പോയിന്റിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഒരു അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്ലോ ആണോ, അങ്ങനെയുള്ള കുറച്ച് തോട്ട്സൊക്കെ നമുക്ക് വരാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ ഓൾ ഐ വോണ്ട് ടു ലെറ്റ് യു നോ ഗൈസ് ദാറ്റ് നമ്മുടെ ലൈഫ് ഒരിക്കലും സ്റ്റക്കല്ല. ഏതെങ്കിലും ലൈക്ക് ഈ ഒരു വഴി കൂടെ, അല്ലെങ്കിൽ ലൈക്ക് in one way or another we are also moving. അപ്പം ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ ഓരോ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ, ഞാനൊക്കെ ഒരു +2 തുടങ്ങി ഒക്കെ തുടങ്ങി അവരെ ഫോളോ ചെയ്യുന്നതാണ്. ആൻഡ് ഐ എം സ്ലോലി സീയിങ് ദെയർ ഗ്രോത്ത് വിച്ച് ഐ റിയലി ലവ്. അപ്പോൾ ഞാൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരുപാട് സെലിബ്രിറ്റീസായി മാറിയിരിക്കുന്ന കുറേ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ട്, യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും. അപ്പം ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ, ചെറുത് മീൻസ് അല്ല, എന്നാലും ആ ഒരു ടീനേജ് പ്രായത്തിൽ ഞാൻ വിചാരിച്ചത് വെൻ ഐ ഗെറ്റ് ദിസ് ഏജ് ഐ വിൽ ബി ലൈക്ക് ദിസ്, ഓർ ഞാൻ ഇതിലും വലിയത് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ഇത്രയും ഒരു ഹൈറ്റിൽ പോയപ്പോൾ നമ്മൾ ഇത്രയും ഹൈറ്റ് എത്തിയില്ല എന്നേ ഉള്ളൂ. വി ആർ ഹിയർ. ഇപ്പോൾ ഒരു ബേസ് ലൈനിൽ നിന്ന് വെച്ച് ഇത്ര നോക്കുമ്പോൾ അതൊരു ഗ്രോത്താണ്. ചോദിച്ചാൽ ഇന്നെത്തിയില്ലെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ നാളെ എത്തും. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇത് എത്ര പേർക്ക് ഗുണമാവും, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് തോന്നിയപ്പോൾ ഐ ജസ്റ്റ് വാണ്ട് share that thought with you guys. So you don't need to feel pressure for running behind, because you are not running behind, you are not stuck, our life is not stuck, we are moving. പക്ഷേ ട്വിസ്റ്റ് ആൻഡ് ഇതിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നുണ്ട്. ബട്ട് one day we will definitely reach our destination and we will be happy. അപ്പോൾ നമുക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പറയാം, okay, I've been through this to reach here എന്ന് നമുക്ക് വിചാരിക്കാം. So see you all in my next video. Bye.